മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിന് എതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡോക്ടറുടെ വീടിനോട് ചേർന്നുള്ള ക്ലിനിക്കിൽ എത്തിയ പർദ്ദ ധരിച്ച 4 പേരാണ് ആക്രമിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ സിനി ജലീൽ പെരിന്തൽമണ്ണയിൽ ചികിത്സയിലാണ്. ഡോക്ടറുടെ 2 സഹായികൾക്കും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിയ യുവതി രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ചിലർ പ്രശ്നമുണ്ടാക്കിയത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർക്ക് നേരെ അക്രമം ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ ആക്രമണത്തിന്റെ കാരണം സംബന്ധിച്ച സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ, അതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ ഒരു യുവതി മരിച്ച സംഭവമാണ് ഈ കാര്യങ്ങൾക്ക് വഴിവെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് അവരെ പെരിന്തൽമണ്ണയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ എത്തിയിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ അവർക്ക് വേണ്ട പോലെ ചികിത്സ കിട്ടാത്തതാണ് മരണത്തിന് കാരണമായത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് പരാതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സിനി എന്ന ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന വീടിനടുത്തുള്ള ക്ലിനിക്കിൽ പർദ്ദ ധരിച്ചെത്തിയ 4 പേർ, അവർ സ്ത്രീകളാണ്, അവരാണ് ഈ ഡോക്ടറുടെ 2 സഹായികളെയും കയ്യേറ്റം ചെയ്തത്, ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. ഡോക്ടറുടെ മൂക്കിന് പരിക്കുണ്ട്, ഗുരുതരമായ പരിക്കാനുള്ളത്. അവർ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിലാണ് ചികിത്സയിലുള്ളത്. 2 സഹായികളും ചികിത്സയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ആദ്യത്തെ ഈ യുവതി മരിക്കാനിടയായ സംഭവം തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നാണ്. ഇവർ മണ്ണാർക്കാടിന് അടുത്തുള്ള ഒരു നാട്ടുകാരാണ്, പാലക്കാട് ജില്ലക്കാരാണുള്ളത്. അവരെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മുൻപ് ഈ ഒരു യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇപ്പോഴത്തെ അക്രമം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അവരെ കണ്ടെത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മാത്രമല്ല, വനിതകളായതുകൊണ്ട് തന്നെ കുറെ കൂടി ജാഗ്രതയോടെ ഈ കേസ് അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട് എന്നും പോലീസ് പറയുന്നു. 2 പ്രശ്നങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം. ഒന്ന്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരാതികളോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ഇതുവരെ അധികൃതർക്ക് മുമ്പിൽ എത്തിയിട്ടില്ല. അതിന് അങ്ങനെ ആ ഒരു വിഷയം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡോക്ടർക്ക് നേരെയുള്ള കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ കയ്യേറ്റ ശ്രമവും മറ്റും നടന്നതിന് ശേഷമാണ് ഈ പരാതിയും പ്രതിഷേധവും ഉണ്ട് എന്ന വിവരവും പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ യുവതികൾക്കായിട്ടുള്ള, അതായത് പർദ്ദ ധരിച്ച 4 സ്ത്രീകൾക്കായിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളവർ തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗം നടക്കുന്നത്. അതേസമയം ചികിത്സയിലുള്ള ഡോക്ടറുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടി ഉണ്ടാകുന്നത്, ഇപ്പോൾ ഈ ഡോക്ടർ, അതായത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ഈ ക്ലിനിക്ക് നടത്തുന്നു എന്നതും സ്വാഭാവികമായും ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന ഒന്നാണല്ലോ. കാരണം സർക്കാർ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ സ്വകാര്യ പ്രാക്ടീസ് ഇപ്പോൾ നടത്താൻ പറ്റില്ല എന്ന നിലയിലാണല്ലോ അറിയുന്നത്. ഇവരിവിടെ ഈ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർ ആയിരുന്നോ? അത്തരം വിവരങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വ്യക്തതയുണ്ടോ അനുമോദ്? അഭിലാഷ്, ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസിന് ഇതുവരെ തടസ്സമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിബന്ധന കർശനമായിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നവർ വീടിനോട് ചേർന്ന് അത്തരം ക്ലിനിക്കുകളും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അത് നിയമം മൂലം പൂർണ്ണമായും തടഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതല്ല, അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെതായ, അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു ഡോക്ടറെ ആക്രമിക്കുക, അവരുടെ ജീവന് തന്നെ ഹാനി വരുന്ന തരത്തിൽ ഉപദ്രവിക്കുക എന്നത് ആണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. ഇത്തരത്തിൽ ഏത് ഡോക്ടർക്ക് നേരെയും കയ്യേറ്റവും അതിക്രമവും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന സാഹചര്യത്തിൽ തന്നെ ഇത് വളരെ ഗൗരവത്തിലാണ് ഈ പൊതുസമൂഹം, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സമൂഹം കാണുന്നത്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ താലൂക്കിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലെയും ഗവൺമെന്റ് ആശുപത്രിയിലും ഡോക്ടർമാരിന്ന് പണിമുടക്കി പ്രതിഷേധിക്കുകയാണ്. എമർജൻസി മാത്രമാണ് അവിടെ ഉള്ളത്. അതായത് OP അടക്കം എല്ലാം ഇന്ന് പ്രതിഷേധത്തിലാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും അധികം ആശുപത്രികളുള്ള ഒരു നഗരമാണ്, ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് പെരിന്തൽമണ്ണ. അവിടെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അനന്തരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന
സംഭവിക്കുന്നത്. രോഗികളാണ്, പലർക്കും മുൻപ് ബുക്ക് ചെയ്ത അവരുടെ കൺസൾട്ടേഷൻ അത് മാറ്റിവെക്കേണ്ട സാഹചര്യമാണ്. ഇനിയൊരു പക്ഷേ അടുത്ത കൺസൾട്ടേഷന് ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഇതുമായി നേരിട്ട് ഇത് ബാധിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ഇത്തരത്തിലുള്ള അക്രമികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നൊരു ആവശ്യമാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യം, നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പ് പരിശോധിക്കേണ്ട കാര്യം. തീർച്ചയായും ഇത് ഒരു കാര്യം കൂടി, എന്തായാലും ഡോക്ടർ വന്ദന കൊലക്കേസിലടക്കം ശിക്ഷ പ്രഖ്യാപിച്ച് കേരളം മൊത്തം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ്. ഈ പർദ്ദ ധരിച്ചാണ് ഇവർ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം, അതായത് സ്ത്രീകൾ തന്നെയാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് എന്ന് തന്നെയല്ലേ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത്? ഡോക്ടർമാരുടെ ഈ സഹായികളുടെയും മൊഴി പോലീസ് എടുത്തിരുന്നു. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത്. അവരെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു മറുപടി വ്യക്തമായിട്ട് നൽകുന്നില്ല. കാരണം അന്വേഷണത്തിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇപ്പോൾ പർദ്ദ ധരിച്ച ആളുകളുടെ ഐഡന്റിറ്റി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ആരാണെന്ന് പുറത്തുവിടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ഒളിവിൽ പോകാനും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നഷ്ടമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായിട്ടും പങ്കുവെക്കുന്നില്ല. പക്ഷേ ഇവർ സ്ത്രീകൾ തന്നെയാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീകളായതുകൊണ്ടാണ് ഈ കേസിൽ അവധാനതയോടെ നടപടികൾ എടുക്കുന്നത്. മറ്റൊരു വിവാദത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ചെന്നെത്തരുത് എന്ന ഒരു ആലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത കൂടി ഉള്ളതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായിട്ടൊരു അന്വേഷണം നടത്തുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, എന്തായാലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിന് എതിരെ ആണ് ആക്രമണം നടന്നത്. ആക്രമണത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തം. ഡോക്ടറുടെ വീടിനോട് ചേർന്നുള്ള ക്ലിനിക്കിൽ എത്തിയ പർദ്ദ ധരിച്ച 4 പേരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. എന്തായാലും അവർ സ്ത്രീകൾ തന്നെ എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്താനും സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.